ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു 6-in-1 കൂളറാണ്. ഇത് മെയിനായിട്ടും IT കമ്പനിയിൽ ജോലി ചെയ്യുന്നവർക്ക് ഉപയോഗപ്പെടുന്ന ഒരു സാധനമാണ്. ഇതിൽ മൾട്ടിപർപ്പസ് ഒരു ഡിവൈസാണിത്. ഈ ഫ്രിഡ്ജിനകത്ത് ഞങ്ങൾ മെയിൻലി ഉപയോഗിച്ചിരിക്കുന്നത് പെൽറ്റിയർ മോഡ്യൂളും ഈ CPU ഫാനുമാണ്. പെൽറ്റിയർ മോഡ്യൂളിൻ്റെ ഒരു വശം ചൂടും തണുപ്പുമായിരിക്കും. തണുത്ത ഭാഗം ഞങ്ങൾ ഈ ഫ്രിഡ്ജിലോട്ടേക്ക് ഫേസ് ചെയ്ത് വയ്ക്കുന്നു. ഈ CPU ഫാനാണ് അതിനെ തള്ളിവിട്ട് ഫ്രിഡ്ജിലോട്ടേക്ക് കൊണ്ടുവരുന്നത്. ഇതാണ് കൂളർ. ഇതിൽ നമുക്ക് തണുത്ത കാറ്റ് ലഭിക്കുന്നു. ഇത് പെൽറ്റിയർ മൊഡ്യൂളിൻ്റെ ഒരു ഭാഗം നമ്മൾ കോഫി ചൂടാക്കാനായി ഉപയോഗിക്കുന്നു. മറുഭാഗം തണുപ്പായിരിക്കും. അത് ഹീറ്റ് സിങ്ക് വഴി ഞങ്ങൾ വെന്റുകൾ വഴി CPU ഫാൻ, വോളിയം കൺട്രോൾ എന്നിവയെ ഉൾപ്പെടുത്തി ഇതിലേക്ക് വിടുന്നു. ഇത് നമ്മളുടെ ഫേസിലേക്ക് തണുത്ത കാറ്റ് നൽകുന്നു. ഈ തണുത്ത കാറ്റ് നമുക്ക് വോളിയം കൺട്രോൾ വഴി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നു. ഇതിൽ 20Kയുടെ ഒരു വോളിയം കൺട്രോളും IRF Z44 എന്ന് പറയുന്ന ഒരു മോസ്ഫെറ്റുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് കോഫി ഹീറ്റർ. ഇതിലെ ചൂട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് തെർമോസ്റ്റാറ്റ്. ചൂടറിയാനുള്ള ഒരു ഡിവൈസാണിത്. ഇതിൽ നമുക്ക് കാണാം 37.1 എന്നിങ്ങനെ കാണിക്കുന്നത്. ഇത് ചൂട് കൂടുന്നതാണ്. ഇതാണ് ഹാൻഡ് സെൻസർ. ഇത് ഞങ്ങൾ മെയിനായി സ്ഥാപിച്ചിരിക്കുന്ന കൈ വേർക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ്. ഇതിൽ പ്രോക്സിമിറ്റി സെൻസർ, IRF Z44 മോസ്ഫെറ്റ്, CPU ഫാൻ എന്നിവയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് ഞങ്ങൾ കൈ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായി വർക്ക് ചെയ്യുന്ന കാണാനായി സ്ഥാപിക്കും. ഇതുമൂലം നമ്മുടെ കയ്യിൽ വേർപ്പ് ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്നു. ഇതാണ് വാട്ടർ ഡിസ്പെൻസർ. ഇതിൽ നമ്മൾ വാട്ടർ വയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി വെള്ളം വരുന്നു. ഇതാണ് സോയിൽ മോയ്സ്ചറൈസിംഗ് സെൻസർ. ഇതിൽ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന 5 വോൾട്ട് റിലേ, ഒരു മോയ്സ്ചറൈസിംഗ് സെൻസർ എന്നിവയാണ്. ഇതിൽ ചെടിയിൽ വെള്ളമില്ലാത്തപ്പോൾ ഫ്രിഡ്ജിൽ നിന്നുണ്ടാവുന്ന വെള്ളം ഓട്ടോമാറ്റിക്കായി ചെടിയിലേക്ക് വീഴുന്നു. ഇതാണ് ഹ്യൂമിഡിഫയർ. നമ്മുടെ ഫ്രിഡ്ജിന് ആവശ്യമായുള്ള ഈർപ്പം നിലനിർത്താനാണ് ഞങ്ങൾ ഹ്യൂമിഡിഫയർ വെച്ചിരിക്കുന്നത്. ടിഷ്യൂ കണ്ടെയ്നറാണ്. ഇതിൽ നമ്മൾ ടിഷ്യൂ വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമിഡിഫയറിൽ നിന്നുള്ള ഈർപ്പം ടിഷ്യൂയിലേക്ക് വരികയും ആ ടിഷ്യൂ തണുക്കുമ്പോൾ അത് നമുക്ക് മുഖമൊക്കെ തുടച്ച് ഒന്ന് ഫ്രഷ് ആവാൻ സാധിക്കുന്നു.